പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യവിശ്വാസികൾക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹം അല്ലേ? അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞതാണ്. അനുഗ്രഹം കിട്ടിയാൽ അതിനെ നന്ദി പ്രകാശിപ്പിക്കണമെന്നും ഖുർആൻ പറഞ്ഞു. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറയണം. അപ്പൊ ആദ്യം പറഞ്ഞു തുടങ്ങട്ടെ അല്ലാഹു തന്നെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ലോക ജനതയ്ക്ക് മുഴുവൻ കാരുണ്യമായിട്ടാണ് തങ്ങളെ അല്ലാഹു നിയോഗിച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ. കാരുണ്യത്തിന്റെ തിരുദൂതർ ലോക ജനതയ്ക്ക് മുഴുവനും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഇനി ഇതിനേക്കാൾ വലിയ മദ്ഹ് ഏതാണ്? അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇത് മനസ്സിലാക്കിയ ആളുകളാണ് സ്വഹാബത്ത്. അതുകൊണ്ടാണ് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തത്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള യാത്രാവേളയിൽ സ്വഹാബത്തിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് മനോഹരമാക്കപ്പെട്ട കവിത ചൊല്ലുകയാണ്. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ മഅറൂഫൻ മിനൽ ഫജ്രി സാതിഉ أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع يبيت يجافي جنبه عن مضاجعه إذا استثقلت بالمشركين المضاجع. മഹാനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തുമായി നടക്കുന്നതാകുന്ന യാത്രാവേളയിൽ ആ യാത്രയ്ക്കൊരു ക്ലേശമില്ലാതിരിക്കാൻ ആ യാത്രാവേളയിൽ മനോഹരമാക്കപ്പെട്ട പദ്യശകലങ്ങൾ തീർക്കുകയാണ്. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ മഅറൂഫൻ മിനൽ ഫജ്രി സാതിഉ. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖുർആനോദി പ്രഭാതത്തിന്റെ അരുണോദയ കിരണങ്ങളുമായി സൂര്യന്റെ പ്രകാശം ഞങ്ങളിലേക്ക് അടിച്ചു വീശുന്ന സമയത്ത് ഞങ്ങളിലേക്ക് ഖുർആനിന്റെ വചനവുമായി കടന്നു വരുന്ന ഒരു പ്രവാചകർ ഞങ്ങൾക്കുണ്ട്. ഒരു സാദാസീത മനുഷ്യനല്ല, പരിശുദ്ധ പ്രവാചകരെ കുറിച്ച് പാടി പുകഴ്ത്തുകയാണ്. ഖുർആനോദി ഞങ്ങളെ ഹിദായത്തിന്റെ സന്മാർഗത്തിലേക്ക് തെളിക്കുന്ന വ്യക്തിയാണ്. അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മൂഖിനാതുൻ അന്ന മാ ഖാല വാഖിഉ. ഞങ്ങൾ തീർച്ചയായും ഉറപ്പിക്കുന്നു, ഞങ്ങൾക്ക് സന്മാർഗത്തിലേക്ക് എത്താൻ കാരണം ഈ മനുഷ്യനാണ്. അറാനൽ ഹുദാ ബഅദൽ അമാ. അന്ധതയ്ക്ക് ശേഷം ഹിദായത്തിന്റെ സന്മാർഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയത് ഈ പരിശുദ്ധ പ്രവാചകനാണ്. ഈ മനുഷ്യൻ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് പുലരുന്നതാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടുകയാണ്. പ്രവാചകർ പ്രകീർത്തനം നടത്തുകയാണ്. ഇത് സഹാബത്ത് ചെയ്തു വെച്ചതാകുന്ന ശ്രേഷ്ഠമായ അമലാണ്. ഇന്നലെ കിളിർത്ത മഴയ്ക്ക് ഏതെങ്കിലും സുന്നികൾ കൊണ്ടുവന്ന അമലല്ല. ഇതിന് സലഫുകളുടെയും പരിപൂർണ പിന്തുണയുണ്ടെന്നറിയണേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തന്നെ പരിശുദ്ധമായ ഖുർആനിലൂടെ മദ്ഹ് ചെയ്യാൻ കൽപ്പിച്ചു. ആ പ്രവാചകരെ മദ്ഹ് ചെയ്യുന്നതിലൂടെ സഹാബത്ത് വലിയ സന്തോഷത്തോടുകൂടി പാട്ട് പാടുകയാണ്. യബീതു യുജാഫി ജംബഹു അൻ മളാജിഇഹി ഇദാ ഇസ്തസ്ഖലത് ബിൽ മുശ്രികീനൽ മളാജിഉ. അവിശ്വാസികൾ നല്ലതുപോലെ പാവിരിച്ചുകൊണ്ട് നല്ലതുപോലെ
പുതപ്പിട്ട് മൂടിക്കിടക്കുന്നതാകുന്ന തണുപ്പുള്ള രാത്രികളിൽ പരിശുദ്ധ പ്രവാചകർ ഉറക്കിൽ എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുകയാണ്. ആ പ്രവാചകർ തന്റെ പാർശ്വങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഉറക്കം ഒഴിവാക്കിക്കൊണ്ട് നമസ്കരിക്കുകയാണ്. രാത്രിയിൽ നിന്ന് നമസ്കരിച്ചിട്ട് കാലിൽ നീരുകെട്ടിയ പ്രവാചകരല്ലേ, ആ പരിശുദ്ധ പ്രവാചകരെ മദ്ഹ് ചെയ്ത് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ബൈത്ത് ഇങ്ങനെ പാടിക്കൊണ്ട് നിലകൊള്ളുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അത് കേൾക്കുകയാണ്. റസൂലുള്ളാഹി പറയുകയാണ്, ഇന്ന അഖല്ലക്കും ലാ യുഖാലു ലക്കും അർറഫസാ, ഇന്ന അഖല്ലക്കും ലാ യുഖാലു ലക്കും അർറഫസാ. നിങ്ങളുടെ ഈ സഹോദരനില്ലേ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ ഇല്ലേ, അദ്ദേഹം പാഴ്വാക്കല്ല പറഞ്ഞത്, അത് ഗൗരവമുള്ള വിഷയമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളുടെ ഈ സഹോദരൻ പറഞ്ഞത് പാഴ്വാക്കല്ല, കാര്യമാണ് പറഞ്ഞതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നബിയെ മദ്ഹ് ചെയ്തപ്പോൾ നബി തടഞ്ഞില്ല. നല്ല തെളിവ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് ഓതിയിട്ടുണ്ടോ? നിന്റെ കണ്ണ് തുറന്ന് നോക്കണം, നല്ല കാണുള്ളൂ. ലഹും ഖുലൂബൻ ലാ യഅഖിലൂന ബിഹാ വലഹും അഈനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. കണ്ണുണ്ട് പക്ഷേ കാണേണ്ടത് കാണാത്തവരാണ് ചിലർ, കാതുണ്ട് പക്ഷേ കേൾക്കേണ്ടത് കേൾക്കാത്തവരാണ് ചിലർ, നാവുണ്ട് പക്ഷേ നല്ലത് സംസാരിക്കില്ല, കൈകളുണ്ട് ഹറാമായ തലത്തിലേക്ക് കൊണ്ടുപോയുള്ളൂ, കാലുകളുണ്ട് ഹറാമായ തലത്തിലേക്ക് നടക്കുകയുള്ളൂ, ഹൃദയമുണ്ട് പക്ഷേ നല്ലത് ചിന്തിക്കാനുള്ള ഹൃദയമേ ഇല്ല. നല്ല കാര്യങ്ങളൊന്നും മനസ്സിലാക്കൂല. ഹദീസിലുള്ളതല്ലേ സഹോദരങ്ങളെ, ചരിത്രരേഖയിലുള്ളതല്ലേ, ആർക്കാ മാറ്റാൻ പറ്റുക? അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി ഇങ്ങനെ പാടുകയാണ്. ഇത് സാധാ മനുഷ്യനല്ല, ഞങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന വ്യക്തിയാണ്. നേരം വെളുക്കുമ്പോഴേ ഖുർആൻ ഓതി ഞങ്ങളെ ഹിദായത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ്. പുലരുന്ന പ്രവചനം നടത്തുന്ന പ്രവാചകരാണ്. മാത്രമല്ല എല്ലാ മുശ്രിക്കീങ്ങളടക്കം അവിശ്വാസികളടക്കം പുതച്ചു മൂടി കടന്നുറങ്ങുമ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റ് രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്ന വ്യക്തിയാണ്. എന്നിങ്ങനെ പ്രവാചകരെ മദ്ഹ് ചെയ്തപ്പോ നബിതങ്ങൾ അതൊന്നും പാടാൻ പാടില്ല, അതൊന്നും മോശമാണ് എന്നല്ല പറഞ്ഞത്. ഇന്ന അഖല്ലക്കും ലാ യുഖാലു ലക്കും അർറഫസ സയ്യിദുനാ റസൂലുള്ളാഹി. ഈ മനുഷ്യൻ പറഞ്ഞത് പാഴ്വാക്കല്ല കേട്ടോ, കറക്റ്റാണ് ആ പറഞ്ഞത്. മദ്ഹ് ചെയ്തപ്പോ അംഗീകരിച്ചു. كان النبي صلى الله عليه وسلم وضع لحسان بن ثابت منبرا في المسجد. അല്ലാഹുവിന്റെ റസൂൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മദീന പള്ളിയിൽ മിമ്പർ സ്ഥാപിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്താൻ വേണ്ടി, നബി തങ്ങളെ വാഴ്ത്തിപ്പാടാൻ വേണ്ടി മദീന പള്ളിയിൽ ഒരു മനോഹരമാക്കപ്പെട്ട സ്റ്റേജ് തന്നെ നിർമ്മിച്ചു എന്ന് ഹദീസിലില്ലേ? ആരാണ് നിഷേധിച്ചിട്ടുള്ളത്? ഇന്നവരെ ഒരാൾ നിഷേധിക്കാത്ത കാര്യമല്ലേ? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആളെ വിട്ട് വിളിക്കുകയാണ്. മക്കയിലെ മുശ്രിക്കീങ്ങളും മദീനയിലെ മുനാഫിക്കീങ്ങളും പ്രവാചകരെ കുറിച്ച് ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നബി തങ്ങളെ കുറിച്ച് കൊണ്ട് ആക്ഷേപത്തിന്റെ കാവ്യശകലങ്ങൾ തീർക്കുന്നു. അതുകൊണ്ട് ഹസ്സാനെ, പല ആളുകളും പ്രവാചകരെ മദ്ഹ് ചെയ്തിട്ടും വളരെ മനോഹരമായിട്ടില്ല. നീയൊന്ന പ്രവാചകരെ മദ്ഹ് ചെയ്ത് വർണ്ണിക്കണേ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആളെ വിളിച്ച് ചെല്ലിക്കാൻ, മൗലിദിന് ആളെ വിളിച്ച് ചെല്ലിക്കാൻ പറ്റുമോ? അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മൗലിദ് വീട്ടിൽ നടത്താൻ പറ്റൂല, അതിന് ആളെ വിളിച്ച് ചെല്ലിക്കാൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തന്നെ നടത്തി. هجوت محمدا فأجبت عنه فعند الله في ذاك الجزاء. هجوت محمدا برا حنيفا رسول الله سمته الوفاء. فإن أبي ووالده وعرضي
ലിഇർളി മുഹമ്മദിൻ മിൻകും വിഖാഉ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചതായ മുശ്രിക്കീങ്ങൾക്ക് എതിരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചുകൊണ്ട് പദ്യശകലങ്ങൾ തീർക്കുകയാണ്. ഹജൗത മുഹമ്മദ, നിങ്ങൾ മുഹമ്മദ് എന്ന പ്രവാചകരെയാണ് ആക്ഷേപിച്ചത്. ഫഅജിബ്തു അൻഹു, എന്നാൽ അതിന് മറുപടി നൽകുന്നത് ഞാനാണ്, ഹസ്സാനാണ്, ഹസ്സാനാൻ. നബി തങ്ങൾ ആക്ഷേപിച്ചവർക്ക് മറുപടി കൊടുക്കാൻ കാവ്യത്തിലൂടെ, മനോഹരമാകുന്ന പദ്യത്തിലൂടെ നബിയെ പ്രകീർത്തിച്ചുകൊണ്ട് സ്വഹാബി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇതിലും വലിയ തെളിവ് തന്നെ വേണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഞാനാ മറുപടി തരുന്നത്. ആര് പറയാ? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാം. ഫഅജിബ്തു അൻഹു. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, അതാണ് നമുക്കൊക്കെ പ്രത്യാശ കിട്ടുന്ന വാക്ക്. ഫഇൻദല്ലാഹി ഫീ ദാകൽ ജസാഉ. അല്ലാഹുവിന്റെ തിരുസവിധത്തിൽ ഏറ്റവും ഉന്നതമാക്കപ്പെട്ട പ്രതിഫലമാണ് അതിന് ലഭിക്കുക എന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ലോകത്തോട് വെളിപ്പെടുത്തുകയാണ്. ഫഇൻദല്ലാഹി ഫീ ദാകൽ ജസാഉ. ഈ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് നിങ്ങളിങ്ങനെ പ്രവാചകരെ നോവിച്ചപ്പോ നിങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് പ്രവാചകർ പ്രകീർത്തിക്കുന്ന വിഷയത്തിൽ പ്രതിഫലമുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സ്വഹാബി പറയാ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. തീർന്നില്ല, വീണ്ടും പാട്. ഹജൗത മുഹമ്മദൻ ബർറൻ ഹനീഫാ റസൂലല്ലാഹി ശിമതുൽ വഫാഉ. നിങ്ങൾ ആരെയാണ് ആക്ഷേപിക്കുന്നത്? ആക്ഷേപത്തിന്റെ കാവ്യശകലങ്ങൾ നിങ്ങൾ തീർത്തപ്പോ നിങ്ങൾക്ക് എതിരെ ശക്തമാക്കപ്പെട്ട ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ശക്തമാക്കപ്പെട്ടതാകുന്ന ഭാഷയിൽ പരിശുദ്ധ പ്രവാചകരെ പ്രകീർത്തിച്ചുകൊണ്ട് മദഹ് ചെയ്തുകൊണ്ട് ഹസ്സാനാകുന്ന ഞാനിതാ മറുപടി നൽകുന്നു. അതിൽ ഞാൻ പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ടാണ് പാടുന്നത് കേട്ടോ. നിങ്ങൾ ആരെയാണ് ആക്ഷേപിച്ചതെന്നറിയുമോ? ബർറൻ ഹനീഫ, ജനങ്ങൾക്ക് മുഴുവനും നന്മ ആഗ്രഹിച്ചുകൊണ്ട് സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന, മറ്റുള്ള മതങ്ങളുടെ ആശയാദർശങ്ങളിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു നിന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ കളങ്കമില്ലാതെ ദീനിയായ ദഅവത്തുമായി തൗഹീദിന്റെ അചഞ്ചല പ്രഭയിൽ നിലകൊള്ളുന്നതാകുന്ന പ്രവാചകരാണ് റസൂലുള്ളാഹി ശിമതുൽ വഫാഉ. ആളുകളോട് വാഗ്ദാനം ചെയ്താൽ പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ് എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുന്ന വ്യക്തിയല്ല. ശിമതുൽ വഫാഉ, വാഗ്ദാനം ചെയ്താൽ പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ്. فإن أبي ووالده وعرضي لعرض محمد منكم وقاء. ശത്രുക്കളോട് പറയുകയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അല്ലയോ ശത്രുക്കളെ, തീർച്ചയായും ഞാനും എന്റെ വാപ്പയും എന്റെ വല്ലുപ്പയും അല്ലാഹുവിൽ തന്നെയാണ് സാക്ഷി. ഞങ്ങൾ പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഭിമാനത്തെ കാത്തു സംരക്ഷിക്കാൻ ഞങ്ങൾ എല്ലാവരും പരിപൂർണമായി സന്നദ്ധരാണ് എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. നബിയെ സംരക്ഷിക്കാൻ ഞങ്ങൾ മതി, എരഞ്ഞും എൻ്റെ വാപ്പയും എൻ്റെ വല്ലുപ്പയും. ഫഇന്ന അബീ വവാലിദഹു വഇർളി, ഞാനും എൻ്റെ വാപ്പയും എൻ്റെ അഭിമാനവും ഒക്കെ ആർക്ക് പണയം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ അങ്ങോട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ച് നബി തങ്ങളെ വർണ്ണിച്ച് ഇങ്ങനെ അങ്ങോട്ട് പാടുന്നു. നിർത്തുന്നില്ല, വീണ്ടും ഇപ്പൊ സമയത്തിന്റെ പരിധി ഉദ്ദേശിച്ചാണ് ഞാൻ ചുരുക്കുന്നു. ഈ ബൈത്തുകളെല്ലാം പാടിയപ്പോൾ റസൂലുള്ളാഹി പറയുകയാണ്, എന്താടാ പാടിയത്? ഇത് പാടാനാണ് ഇതിനെ വിളിച്ചത്? അങ്ങനെയാണ് ചോദിച്ചത്? അങ്ങനെയല്ല ചോദിച്ചത്. ആ കേട്ടോ, നബി ഒരു ദുആ ചെയ്തു കൊടുക്കുക. اللهم أيده بروح القدس
അല്ലാഹുവേ പടച്ച റബ്ബേ ഹസ്സാൻ ഇബ്നു സാബിത്തിന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് മലക്കിനെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ് മാനാഫഹ അൻ റസൂലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് ശത്രുക്കൾക്ക് എതിരെ ശക്തമായ ഭാഷയിൽ മനോഹരമാക്കപ്പെട്ട കാവ്യശകലങ്ങൾ തീർത്തുകൊണ്ട് മദഹിന്റെ കീർത്തനങ്ങളുമായി നിലകൊള്ളുന്ന കാലഘട്ടത്തോളം അല്ലാഹുവേ പടച്ച റബ്ബേ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ചെയ്തു സ്വഹാബത്ത്. അത് കേട്ട നബിതങ്ങൾ മദഹ് ചെയ്ത വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്തു. ഇതാണ് തെളിവ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഒന്നുകൂടി വരുന്നു. ഖുർആനിന്റെ തെളിവ് ആദ്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ അനുഗ്രഹിയാന്ന് പറഞ്ഞു. ആ അനുഗ്രഹം കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞു. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അനുഗ്രഹം കിട്ടിയാൽ പറയണമെന്ന് പറഞ്ഞു. പറയുന്നവൻ പറഞ്ഞാൽ പിന്നെ സ്വഹാബത്ത് പറയാതിരിക്കാൻ പറ്റും. അവരല്ലേ ഖുർആൻ കേട്ടത്, അവരങ്ങോട്ട് പറയാൻ തുടങ്ങി. യാ അല്ലാഹ് ബിറ കടക്കാണ് ഇഷ്ടം പോലെ. وأجمل منك لم تر قط عيني وأحسن منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. ലോകത്ത് ഇത്രയും സുന്ദരനായ ഒരു കുഞ്ഞിനെ ഒരുമ്മയും പ്രസവിച്ചിട്ടില്ല കേട്ടോ. റസൂലുള്ളാഹിന്റെ പൂമുഖം നോക്കി പ്രവാചകന്റെ വദനത്തിൽ നിന്ന് കടന്നു വരുന്നതാകുന്ന മനോഹരമാക്കപ്പെട്ടതാകുന്ന പ്രകാശത്തിന്റെ കിരണങ്ങൾ കണ്ടുകൊണ്ട് സഹാബത്ത് പാടുകയാണ്. വഅജ്മല മിൻക ലം തറ ഖത്തു ഐനി. തങ്ങളെക്കാൾ സൗന്ദര്യ സ്വരൂപനായ ഒരു വ്യക്തിയെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല ഹബീബേ. وأحسن منك لم تلد النساء. ലോകത്ത് എത്രയോ കാലമായി സ്ത്രീകൾ പ്രസവിക്കുന്നു, പക്ഷെ തങ്ങളെക്കാൾ സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ ലോകത്ത് ഇന്ന് വരെ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല റസൂലേ. റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കി സ്വഹാബത്ത് പാടുകയാണ്. ആലോചിച്ചു നോക്ക് നിങ്ങൾ. എന്നിട്ടാ പറയുന്നത് ചില ആളുകൾ നിബിധങ്ങളുടെ മധുഹൊന്നും പാടില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. തീർന്നു. അതോടി അഡ്രസ് തീരെ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേർ ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. ബഹുമാനപ്പെട്ട ശൈഖുനാ മർഹൂം തഴവാ ഉസ്താദ് അവറുകൾ ലോകരെ അൽ മവാഹിബുൽ ജലിയയിലൂടെ പാടി പഠിപ്പിക്കുകയാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ശറഹ് ശമായിലടക്കം രേഖപ്പെടുത്തി വെച്ച സംഗതിയാണ്. റസൂലുള്ളാഹി നബി പരിശുദ്ധ പ്രവാചകന്റെ മൗലിദിന്റെ പ്രകീർത്തന സദസ്സ് ഒരു വീട്ടിൽ ഒരു സഹോദരൻ നടത്തിയോ, ഏതോ ഉമ്മ വീട്ടിലോതിയിട്ടുണ്ടോ? മങ്കൂസ് മൗലിദ് പാരായണം ചെയ്തവരില്ലേ? ശറഫലനാ മോദി തീർത്ത ഉമ്മമാരില്ലേ? ഈ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവൽ മാസത്തിൽ ബുർദ
ബുറുദ ചൊല്ലിക്കൊണ്ട് വീടുകളെ സദസ്സുകളെ മനോഹരമാക്കിയ മുഅ്മിനീങ്ങളല്ലേ. റസൂലുള്ളാഹിന്റെ മദ്ഹ് ചെയ്തിട്ടുള്ളതാകുന്ന വീട്ടിൽ കള്ളന്റെ ശല്യം ഉണ്ടാവില്ല, അസൂയാലുക്കളുടെ അസൂയ ഉണ്ടാവില്ല, മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങൾ അവർ ഏൽക്കില്ല. എല്ലാ ഫനായും ഫസാദിൽ നിന്ന് സംരക്ഷണമാണ്. വീടിനും വീട്ടുകാർക്കും തീപിടുത്തം ഉണ്ടാവില്ല, പൊള്ളലേൽക്കൂല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എല്ലാ വബാകളെ തൊട്ട്, ബുദ്ധിമുട്ടുകളെ തൊട്ട്, പ്രയാസങ്ങളെ തൊട്ട് അല്ലാഹു കാവൽ നൽകും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പൊന്നാനി ദേശക്കാർക്കുണ്ടായപ്പോഴാണല്ലോ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മങ്കൂസ് മൗലിദ് അവരിലേക്ക് കൊടുത്തത്. അത് ഓതിയിട്ടാണ് ഇത് മാറിയതും. കേരളത്തിനകത്തും പുറത്തും ആ പ്രസിദ്ധമാക്കപ്പെട്ട മങ്കൂസ് മൗലിദ് എത്ര ആളുകൾ വീടുകളിൽ ഓതുന്നുണ്ട്. ഇപ്പൊ ഈ റബീഉൽ അവ്വൽ 1 മുതൽ തുടങ്ങി അവസാനം വരെയായി എത്ര വീടുകളിൽ സഹോദരങ്ങളെ അത് കൃത്യമായി പാരായണം ചെയ്തവരുണ്ട്. ഒരു ദിവസം ഒരു ഹിക്കായത്തെങ്കിലും വെച്ച് വൃത്തിയായിട്ട് ഓതാൻ സാധിച്ചവരുണ്ടോ? പൂർണ്ണമായി ഒന്ന് ഓതിത്തീർക്കാൻ ശ്രമിച്ചവരുണ്ടോ? സഹോദരിമാര് ചിന്തിക്കും. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചെറുക്കുമാറാവട്ടെ. കള്ളന്റെ ശല്യം വരികയില്ലേ? അസൂയാലുക്കളുടെ അസൂയ, മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങൾ, കൂടോത്രങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കല്ലേ. എല്ലാത്തിനെ തൊട്ടും സംരക്ഷണം മൗലിദ് വീട്ടിൽ പാരായണം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഇമാം സയ്യൂത്തി റളിയല്ലാഹു അൻഹു വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, മാമിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹല്ലത്തിൻ ഖുരിഅ ഫീഹി മൗലിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാ ഹഫതഹുൽ മലായിക വ ഗശിയതുഹുർ റഹ്മ. ഏതെങ്കിലും ഒരു വീട്ടിലോ ഒരു പള്ളിയിലോ ഒരു മഹല്ലത്തിലോ, കോടങ്ങാട് മഹല്ല നിവാസികൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മൗലിദ് പാരായണം ചെയ്തില്ലേ? പള്ളികൾ ഓതിയവരില്ലേ? വീടുകളിൽ ഓതിയവരില്ലേ? സദസ്സുകൾ പാരായണം ചെയ്തവരില്ലേ? ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഇല്ലാ ഹഫതുഹുൽ മലായിക. അവർക്ക് പരിപൂർണമായി മലക്കുകൾ വന്നുകൊണ്ട് വലയം ചെയ്യുകയാണ്. അവരെ പരിപൂർണമായി മലക്കുകൾ വലയം ചെയ്യുമേ. കാരുണ്യം കൊണ്ട് മലക്കുകൾ പൊതിയുമേ എന്നും ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇറാഖിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന മഹാനാണ് ബഗ്ദാദിൽ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. പറയും മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദ് തൊട്ടടുത്ത് തന്നെ അപ്പുറത്തേക്ക് മാറിയൊരു മഖബറയുണ്ട്. മഹാനാകുന്ന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ത്വരീഖത്തിൽ അവരുടെ ശൈഖാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഖബറയോട് ചേർന്നാണ് മഹാനാകുന്ന സിരിയ സഖ്തി റളിയല്ലാഹു അൻഹു, തൊട്ടടുത്താണ് അവരുടെ ശൈഖാവുന്ന സിരിയ സഖ്തി റളിയല്ലാഹു അൻഹു മഖബറയുള്ളത്. അൽഹംദുലില്ലാഹ് പോകാനും സിയാറത്ത് ചെയ്യാനും പലപ്പോഴും അവസരം കിട്ടിയിട്ടുണ്ട്. അല്ലാഹു നമുക്കൊക്കെ അവിടെ പോകാൻ തൗഫീഖ് നസീബാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നവംബറിലും പോകാൻ നിയ്യത്തുണ്ട്. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം, അല്ലാഹു നമുക്ക് പോകാൻ തൗഫീഖ് നസീബാക്കട്ടെ. സിരിയ സഖ്തി റളിയല്ലാഹു അൻഹു ഉസ്താദാണ്, ത്വരീഖത്തിൽ ശൈഖാണ്, മഹാനാകുന്ന മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഞാനിങ്ങനെ പറഞ്ഞത് വലിയ ശൈഖിനെ പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ടോപ്പാന്ന് മനസ്സിലായി. ഹിജ്റയുടെ 470 ജനിച്ചു, പിന്നീട് 561 ഈ ലോകത്ത് നിന്ന് വഫാത്തായ വ്യക്തിയാണല്ലോ ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. 33 കൊല്ലം ഇൽമു പഠിച്ച വ്യക്തിയാണ്. കൊല്ലം ഇൽമു പഠിച്ച വ്യക്തി മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ആലോചിച്ച് നോക്ക് നിങ്ങൾ. നമ്മളിപ്പോ ഇന്നിപ്പോ ബിരുദം എടുക്കുക 8 വർഷം, ചിലപ്പോൾ 10 കൊല്ലം മാക്സിമം. ബിരുദം, ബിരുദാനന്തര ബിരുദവുമായി ദർസുകളിൽ നിന്ന്, അറബി കോളേജുകളിൽ നിന്ന് ഉസ്താദുമാരിറങ്ങും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ദർസിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ എല്ലാം അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു നാഫിയായാലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ.
ഇത് 33 കൊല്ലം അക്കാലയളവിൽ സമുന്നതരാകുന്ന ആലിമീങ്ങളെ തേടിപ്പിടിച്ച് അവരുടെ സവിധത്തിൽ പോയി ഓരോ ഫന്നിലും ഓരോ വിഷയങ്ങളിലും പ്രത്യേകമായി ഇൽമു പഠിക്കാൻ. വേറൊരു ചിന്തയില്ല, വേറൊരു ആവശ്യമില്ലാത്ത പ്രവർത്തനമില്ല, പഠനം തന്നെ. ചരിത്രത്തിൽ കാണാം, 18ാമത്തെ വയസ്സിൽ ഇൽമു പഠിക്കാൻ പോയി, 33 കൊല്ലം ഇൽമു പഠിച്ചു കഴിഞ്ഞപ്പോൾ വയസ്സ് 51 പിന്നെയാണ് കല്യാണം കഴിക്കുന്നത്. ഇപ്പൊ അത് പറയുന്നില്ല, അതൊക്കെ പറഞ്ഞത് യൂട്യൂബിലുണ്ട്. ഇവിടെ സമയം പോലൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ചരിത്രത്തിലേക്ക് പോയ വേറെ പോലെ. അപ്പൊ മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ഇൽമിന്റെ ആഴം പറയണ്ട. പിന്നെയാണ് 40 കൊല്ലം ദർസ് നടത്തുന്നത്. വിവാഹം പിന്നെ 51ാമത്തെ വയസ്സിൽ വിവാഹം, പിന്നെ 40 കൊല്ലം ദർസ്. 91ാമത്തെ വയസ്സിലാണ് വഫാത്ത് മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു. അവരുടെ തരീഖത്തിന്റെ ശൈഖിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞത് ആര്? ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു. ബഗ്ദാദിൽ തന്നെയുണ്ട്, ഇറാഖിൽ തന്നെ അവരുടെ മഖ്ബറയുണ്ട്. സരിയ സഹത്ത് റളിയല്ലാഹു അൻഹു തൊട്ടടുത്തുണ്ട്. അവരുടെ ഈ ശൈഖാണ് മഅറൂഫുൽ ഖർഹ് റളിയല്ലാഹു അൻഹു. ഏകദേശം ഹിജ്റ 200-ലാണ് അവരുടെ കാലയളവ് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഉത്തമ നൂറ്റാണ്ടെന്ന് നബിതങ്ങൾ പഠിപ്പിച്ചതാകുന്ന നൂറ്റാണ്ടുകളിൽപ്പെട്ട ആളുകളാണ് ഈ പറഞ്ഞവര്. മനസ്സിലാകുന്നുണ്ടോ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഖൈറുൽ ഖുറൂനി ഖർനി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും എന്ന് നബിതങ്ങൾ പറഞ്ഞതാകുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് ഈ പറഞ്ഞവർ. എന്തിനാണ് ഈ ഓരോ പറയുന്ന വാക്ക്? ഇനി അവര് പറയുന്ന വാക്കെന്ന് പറയുമ്പോൾ അവരാരാണെന്ന് മനസ്സിലായി. അത് മനസ്സിലാക്കി തന്നിട്ട് വേണമല്ലോ അവരുടെ വാക്ക് എന്താന്ന് പറയുന്നത്. അവർ നിസാരക്കാരല്ലാന്ന് മനസ്സിലായി. മഅറൂഫുൽ ഖർഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ ഹയ്യ ലിഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുആമൻ വജമഅ ഇഖ്വാനൻ ولبس جديدا وأوقد سراجا وتعطر وتجمل وتبخر تعظيما لمولد النبي صلى الله عليه وسلم حشره الله مع الفرقة الأولى وكان في أعلى عليين. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മശായിഖന്മാരിൽ പ്രമുഖനായ ബഹുമാനപ്പെട്ടതാകുന്ന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അവരുടെ ശൈഖാകുന്ന സരിയ സഹത്ത് റളിയല്ലാഹു അൻഹു, അവരുടെ ശൈഖാകുന്ന ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഹ് റളിയല്ലാഹു അൻഹു, അവരെല്ലാവരും അന്ത്യവിശ്രമം ചെയ്യുന്നത് ഇറാഖിലാണ്. ആ മഅറൂഫുൽ ഖർഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരെങ്കിലും സത്യവിശ്വാസികളെ ഒരുമിച്ച് കൂട്ടി പരിശുദ്ധ പ്രവാചകരുടെ മദ്ഹ് ചൊല്ലാൻ വേണ്ടിയിട്ടാണ് സദസ്സ് ഒരുമിച്ച് കൂട്ടുന്നത്, പുതുവസ്ത്രം ധരിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുകയാണ്. ആ മൗലിദിന്റെ സദസ്സിന് വേണ്ടി ഭക്ഷണം മനോഹരമായി തയ്യാർ ചെയ്ത് പുതുവസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ നല്ലതുപോലെ അത്തർ പൂശി നല്ല സുഗന്ധദ്രവ്യങ്ങൾ സദസ്സുകൾ പുകച്ച് ആളുകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് പ്രവാചകരുടെ മദ്ഹ് ചൊല്ലിയാൽ, അവർക്ക് ഭക്ഷണ വിതരണവും നടത്തിയാൽ, നാളെ അല്ലാഹു മഹ്ശറിൽ അവരെ ഒരുമിച്ച് കൂട്ടുക ഒന്നാം കാറ്റഗറിയുടെ വിഭാഗത്തോടൊപ്പമാണ് എന്ന് മഅറൂഫുൽ ഖർഹ് റളിയല്ലാഹു അൻഹു. കോടങ്ങാടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, നിങ്ങൾ ഇന്ന് നടത്തിയതാകുന്ന ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട പുണ്യമായ പ്രവർത്തനമാണ്. മഅറൂഫുൽ ഖർഹ് റളിയല്ലാഹു അൻഹു വാക്ക് പ്രകാരം നിങ്ങൾ എത്തിയിരിക്കുന്നത് ഒന്നാം കാറ്റഗറിക്കാരുടെ ഭാഗത്തേക്കാണ്. മിനൻ നബിയ്യീൻ വസ്സദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. ഏറ്റവും ടോപ്പ് പദവിയിലുള്ളവരാരാ? അംബിയാ മുർസലീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. അവരോടൊപ്പമാണ് ചെന്ന് ചേരുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആളെ മഹ്ശറിൽ അവരോടൊപ്പം ചെന്ന് നിൽക്കാൻ പറ്റും. അവരോടൊപ്പം ചെന്നാൽ പിന്നെ അവരെന്തായാലും കൊണ്ടുപോകില്ല സ്വർഗത്തിൽ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. വകാന ഫീ അഅല ഇല്ലിയീൻ, ഏറ്റവും ഉന്നതമായ സ്ഥാനമാനം അലങ്കരിക്കാൻ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഹേതുവാകുമെന്ന് മഅറൂഫുൽ ഖർഹ് റളിയല്ലാഹു അൻഹു. അല്ലാഹു ഞങ്ങളെ നീ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്, ആബിദീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്, ആബിദീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. ഇറാഖിൽ തന്നെ ബസറ എന്ന് പറയുന്ന പട്ടണത്തിൽ ആ നാടിനെ തിലകച്ചാർത്തായി വലിയൊരു മഖ്ബറയുണ്ട്. മഹാനാകുന്ന താബിഈങ്ങളുടെ പ്രമുഖനായ നേതാവ് ബഹുമാനപ്പെട്ടതാകുന്ന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയും സഹോദരങ്ങളെ, റളിയല്ലാഹു അൻഹു ഉറക്കെ പറയും. വലിയ മഹാനല്ലേ ഹസൻ ബസരി ഇമാം റളിയല്ലാഹു അൻഹു. ആരാണ്?
ഉമ്മു സലമ ബീവി എന്ന് പറയുന്ന പ്രവാചകരുടെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയുടെ ഖദ്ദാമയായിരുന്നു, വീട്ടുജോലിക്കാരിയായിരുന്നു, അടിമസ്ത്രീയായിരുന്നു അവരുടെ പ്രിയപ്പെട്ട മാതാവ്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഉമ്മയുടെ കാര്യമാണ് ഈ പറയുന്നത്. നബി തങ്ങളുടെ വീട്ടിലെ ഖദ്ദാമയാണ്, ജോലിക്കാരിയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാകുന്ന സഹാബിയാകുന്നു യസാർ റളിയല്ലാഹു അൻഹു. ആ യസാർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് ആരാ? ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയാണ്, അടിമയായിരുന്നു. സഹോദരങ്ങളെ, ഈ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ട് അവരുടെ ഖദ്ദാമയാകുന്ന പെണ്ണിനോട് പറയും, അപ്പുറത്ത് പോയി സാധനം വാങ്ങിച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ വിടുമ്പോ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഈ കൊച്ചു കുഞ്ഞ് ഹസൻ റളിയല്ലാഹു അൻഹു തൊട്ടിലിൽ കിടന്ന് കരയും. ഉമ്മയില്ലല്ലോ, ഉമ്മ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട്. അപ്പൊ റസൂലുള്ളാഹിന്റെ ഭാര്യയാകുന്ന ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ എടുത്ത് മുലപ്പാല് കൊടുത്തിരുന്നു എന്നാണ് ചരിത്രം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതിനപ്പുറത്തോട്ട് ഇനി വലിയ ശ്രേഷ്ഠത വല്ലതും പറയാനുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെട്ടതാകുന്ന മഹിള, ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന മഹിളകളിൽ ഉന്നതരാകുന്ന ആളുകൾ, അവരുടെ മുലപ്പാല് നുണയാനുള്ളതാകുന്ന വലിയ സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്ക് നൽകി? ഹസൻ ബസ്രി ഇമാം റളിയല്ലാഹു അൻഹു നൽകി. അതുകൊണ്ട് തന്നെ ഇമാമികൾ രേഖപ്പെടുത്തിയ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവരുടെ ദറജ വലുതാണ്, ഒരു ഏറ്റവും ഉന്നതമാണ്. അവർ ഇറാഖിലാണ് അന്ത്യവിശ്രമം ചെയ്തത്, ഹസൻ ബസ്രി ഇമാം റളിയല്ലാഹു അൻഹു. അവർ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ജീവിതത്തിൽ വലിയ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പറയാൻ, ഉഹദ് മലയോളം സമാനമായിട്ട് സ്വർണം കിട്ടുകയാണെങ്കിൽ ഞാൻ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക, അഥവാ റസൂലുള്ളാഹിന്റെ മൗലിദ് നടത്തുന്നതിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു എന്ന് ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു. അതിനേക്കാൾ വലുതല്ല ഈ ഹസൻ ബസ്രി ഇമാം റളിയല്ലാഹു അൻഹു വാക്കാണ്, വദിത്തു ലൗ കാന ലി മിസ്ലു ജബലിൻ ഉഹദിൻ ദഹബൻ ലഅൻഫഖതുഹു അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് നടത്താൻ, അതിന്റെ സദസ്സ് നടത്താൻ ഞാൻ ചെലവഴിക്കും. ഉഹദ് മലയോളം സമാനമായി സ്വർണം എനിക്ക് ലഭിച്ചാൽ അത് മുഴുവനും അതിന് നൽകാനാണ് എൻ്റെ ആഗ്രഹമെന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. ഇതൊക്കെ കിതാബുകൾ കുറവിട്ടതല്ലേ, യാനത്തടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റുന്ന വസ്തുതയല്ലേ, വെറുതെ പറയല്ലേ. സഹോദരങ്ങളെ, ചിന്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കട്ടെ. സഹാബത്ത് മാത്രമല്ല, താബിഈങ്ങളും തബഉ താബിഈങ്ങളും അയിമ്മത്തുകളും എല്ലാം ഈ വിഷയം ഏറ്റെടുത്തു. അതല്ലേ ഹുബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ. നബി തങ്ങളോടുള്ള ഇഷ്ടം, നബി തങ്ങളുടെ മൗലിദിന്റെ സദസ്സ്, അതൊക്കെ ഏറ്റവും വലിയ അമലിൽപ്പെട്ടതാണ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പാടി വെച്ചു. ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനല്ലേ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. അവരുടെ പാദബിന്ദാരങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട ശ്രേഷ്ഠമായ മലപ്പുറത്തിന്റെ മണ്ണിലല്ലേ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു ഞങ്ങൾക്ക് ആ പ്രവാചകരോടുള്ള ഇഷ്കും അനുരാഗവും നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. എങ്ങനെ പ്രവാചകരെ സ്നേഹിക്കാതിരിക്കും, എങ്ങനെ പ്രവാചകരെ മദ്ഹ് ചെയ്യാതിരിക്കും? ആ പ്രവാചകർ ഇഷ്ടം വെച്ചതാകുന്ന സഹാബത്തിന്റെ ചരിതങ്ങൾ അറിയില്ലേ? വബിഖൈസിഹിം വഖതാദതുൻ അൻഐനുഹു റുദ്ദത് ബികഫിൽ മുസ്തഫൽ ഹസനായി. ഹിജ്റയുടെ 3-ാം വർഷം ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു വിവാഹം കഴിയുകയാണ്. നിക്കാഹ് കഴിഞ്ഞു. വധുവിധുമായി മധുവിധ് ആഘോഷിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യ രാത്രിയാണ്. അപ്പോഴാ പുറത്തു നിന്ന് വിളിയാളം വരുകയാണ്, ഹയ്യ അലൽ ജിഹാദ്, ഹയ്യ അലൽ ജിഹാദ്. ധർമ്മസമരത്തിലേക്ക് വരൂ, ധർമ്മസമരത്തിലേക്ക് വരൂ. പരിശുദ്ധ പ്രവാചകരുടെ പ്രിയപ്പെട്ട അനുയായികൾ മദീനത്തെ തെരുവിലൂടെ വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. ഖതാദ റളിയല്ലാഹു അൻഹു വിളി കേൾക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ്, എനിക്ക് പോകണം. അല്ലാഹുവിന്റെ റസൂൽ ഇതാ സ്വഹാബത്ത് മുഖേന വിളിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ കാഹളം ഇതാ മുഴങ്ങിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ്, വിവാഹം കഴിഞ്ഞ് മധുവിധ ആഘോഷിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ബഹുമാനപ്പെട്ടതാകുന്ന ഖതാദ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശയ്യവലംബിക്കാൻ തുടങ്ങിയതുള്ളൂ. അതാ വിളിയാളം വരുന്നു, ഹയ്യ അലൽ ജിഹാദ്, ഹയ്യ അലൽ ജിഹാദ്.
വാളെടുത്തുകൊണ്ട് അരയിൽ തിരികെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്തുകൊണ്ടിറങ്ങുമ്പോ ആ ഭാര്യ അദ്ദേഹത്തിന്റെ നെറ്റിയിലും അദ്ദേഹത്തിന്റെ കണ്ണിലും ചുംബിച്ചു അത്രേ. യാത്രയാക്കുകയാണ് സന്തോഷത്തോടുകൂടി. പോയി വരൂ എന്ന് പറഞ്ഞ് സന്തോഷത്തോട് പറഞ്ഞ് യാത്രയാക്കുന്നു. സലാം പറഞ്ഞ് വീടിന്റെ പുറത്തിറങ്ങി ബഹുമാനപ്പെട്ട ഉഹദിലേക്ക് എത്തുമ്പോ 480 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് മക്കയിൽ നിന്ന് ശത്രുക്കൾ ഇതാ പടക്കോപ്പുകളുമായി പരിശുദ്ധമാക്കപ്പെട്ട മദീനയെ ലക്ഷ്യം വെച്ച് കൊണ്ടുവന്നതായ പ്രവാചകരെ കൊല്ലാൻ വേണ്ടി ദേശത്തോടുകൂടി അരിശത്തോടുകൂടി കടന്നു വന്നതാകുന്ന മക്കയിലെ മുശ്രിക്കീങ്ങൾ ഉഹദിലേക്ക് ഇതാ മാർച്ച് ചെയ്യുന്നു എന്നറിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ഉഹദിന്റെ താഴ്വാരത്തേക്ക് എത്തിയ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബ, അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 50 പേര് ആ കാണുന്ന മലയുടെ മുകളിലേക്ക് കയറണേ. ഉഹദ് മക്കയെതിരുള്ളതാകുന്ന ഒരു മല പ്രവാചകൻ കാണിച്ചു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന പ്രകാരം 50 പേര് അതിലേക്ക് കയറുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് ആ മലയുടെ മുകളിലേക്ക് കയറുന്നത്. നല്ലതുപോലെ ദൂരെയുള്ളതാകുന്ന ശത്രുക്കളെ കാണുവാനും അവരെ അമ്പെയ്ത് വീഴ്ത്തുവാനുമുള്ളതാകുന്ന കഴിവുറ്റ കിടയുറ്റ ആളുകളെ പ്രവാചകർ അതിലേക്ക് കയറ്റുകയാണ്. ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ വരുമ്പോൾ അതിലുള്ള സെലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വെട്ടല്ല എനിക്ക് നല്ലതുപോലെ അമ്പെയ്ത്തിനേക്കാൾ പരിചയമുള്ളത് വെട്ടാണ് വാളുകൊണ്ടുള്ള വെട്ടാണ്. എനിക്ക് റസൂലുള്ളാഹിയുടെ കാവൽ കിട്ടുമല്ലോ. ഞാൻ റസൂലുള്ളാഹിയെ പരിചരിക്കാൻ തുടങ്ങി. ഒരു വേള ശത്രുവിൻ്റെതാകുന്ന ഒരു പ്രയാസം കൊണ്ട് പ്രവാചകരുടേതാകുന്ന പല്ലുപൊട്ടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തമതാ നെറ്റിത്തടത്തിലൂടെ പുറത്തേക്ക് വരുന്നു. താടിരോമങ്ങളെ നനച്ചുകൊണ്ട് ശരീരത്തിലേക്ക് പതിയുന്നു. റസൂലുള്ളാഹിയെ താങ്ങിയെടുത്തുകൊണ്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഇതാ പരിശുദ്ധമാക്കപ്പെട്ട ഉഹദ് മലയുടെ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് പ്രവാചകരെ ഇരുത്തുകയാണ്. നബി തങ്ങൾ അവിടെ ഇരുന്നു കൊണ്ടതാ ഉഹദിലേക്ക് നോക്കുകയാണ്, ശത്രുക്കളെ നോക്കുകയാണ്, യുദ്ധത്തിന്റെ രംഗങ്ങൾ വീക്ഷിക്കുകയാണ്. ആ സമയത്ത് ഞാൻ പ്രവാചകർക്ക് കാവലായി സംരക്ഷണമായി നബി തങ്ങളുടെ മുന്നിൽ ഉറപ്പിച്ചു നിൽക്കുകയാണ്. എന്നോടൊപ്പം തൽഹയുമുണ്ട്. അമ്പുകൾ വന്നുകൊണ്ട് ശരവർഷം പോലെ ഞങ്ങളുടെ ശരീരത്തിലേക്ക് പതിക്കുന്നു. അല്ലാ തൽഹയുടെ ശരീരത്തിലേക്ക് ധാരാളം അമ്പുകൾ കടന്നു വന്നു. ഞാനിതാ ആ ഭാഗത്തിലേക്കൊന്ന് മുന്നോട്ടൊന്ന് കയറി നിന്നപ്പോ ഒരു അമ്പ് വന്നുകൊണ്ട് എന്നെ കണ്ണിൽ തറയ്ക്കുകയാണ്. ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ കണ്ണിലേക്ക് തറച്ചതാകുന്ന അമ്പ് ഞാൻ വേഗം വലിച്ചൂരി. കാരണം അതാ എന്റെ കണ്ണ് നിലത്തേക്ക് തെറിച്ച് വീഴുകയാണ്. നിലത്ത് തെറിച്ച് വീണ കണ്ണെടുത്ത് ഞാൻ തിരിഞ്ഞു നിന്ന് റസൂലുള്ളാഹിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എനിക്കെന്നെ കണ്ണ് തിരിച്ചു തന്നാലും റസൂലേ. വബിഖൈസിഹിം വഖതാദതുൻ അൻഐനുഹു റുദ്ദത് ബികഫിൽ മുസ്തഫൽ ഹസനായി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖതാദയോട് പറയുകയാണ്, ഖതാദ, നിനക്ക് നാളെ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനമാനം കിട്ടാൻ ഹേതുവാണ് ഈ കണ്ണ് പരിശുദ്ധമായ ഇസ്ലാമിൽ ഷഹീദാവട്ടെ. ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എനിക്ക് നാളെ ശോതാക്കളുടെ സ്ഥാനം വേണം. എന്റെ കണ്ണ് അതിനു വേണ്ടി രക്തസാക്ഷ്യം വഹിച്ചതാണ്. എനിക്ക് തങ്ങൾ ഓഫർ ചെയ്ത സ്വർഗവും കിട്ടണം. പക്ഷെ എന്റെ കണ്ണെനിക്ക് ഇപ്പോൾ തിരിച്ചു തരണം. കാരണം ഇന്നലെയാണ് എന്റെ വിവാഹം കഴിഞ്ഞത്. ആദ്യ രാത്രിയിൽ മധുവിധ ആഘോഷിക്കാൻ തുനിയുമ്പോഴാണ് ഹയ്യ അലൽ ജിഹാദ്, ധർമ്മസമരത്തിലേക്ക് വരൂ എന്നുള്ള വിളിയാളം കേട്ടത്. ഞാൻ അപ്പോൾ തന്നെ എന്നെ വാലെടുത്ത് ഉറയിലിട്ട് വേഗം തന്നെ ഇറങ്ങി തിരിച്ചതാണ്. പോരുമ്പോൾ എന്റെ ഭാര്യ എന്റെ കണ്ണിൽ ചുംബിച്ചാണ് യാത്രയാക്കിയത്. എനിക്ക് തിരിച്ചു പോകുമ്പോൾ ഒറ്റ കണ്ണായി പോകൽ പ്രയാസമുണ്ട്. അതുകൊണ്ട് തങ്ങൾ എനിക്ക് തിരിച്ചു തന്നാലും റസൂലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യം മനസ്സിലായി. കയ്യിലേക്ക് വാങ്ങുകയാണ് അദ്ദേഹത്തിന്റെ കണ്ണ്. ചരിത്രരേഖയില്ലേ, ഹദീസിലില്ലേ, റസൂലുള്ളാഹി തിരിച്ചു വെച്ചു കൊടുക്കുന്നു. അല്ലാഹ് പ്രവാചകരുടെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ബിസ്മി ചൊല്ലി വെച്ചു കൊടുത്ത് ഒന്ന് തടവി വിടുകയാണ്. മാഷാ അല്ലാഹ്,
പരിപൂർണമായി കണ്ണതിന്റെ തൽസ്ഥാനത്തേക്ക് പരിപൂർണ ശിഫയാവുകയാണ്, രോഗശമനമുണ്ടാവുകയാണ്, തൽസ്ഥാനത്തേക്ക് ഫിറ്റ് ചെയ്യപ്പെടുകയാണ്. ഖതാദ റളിയല്ലാഹു അൻഹു ലോകത്തോട് വെളിപ്പെടുത്തുകയാണ് സത്യം. മരണം വരെ എന്റെ ഈ കണ്ണ് വേദനിച്ചിട്ടില്ല. പലപ്പോഴും മരുഭൂമിയിലൂടെ പൊടിപടങ്ങളിലൂടെ ഞാൻ എന്റെ കുതിരയെ സഞ്ചരിപ്പിച്ചിട്ടുണ്ട്. എന്റെ മറ്റേ കണ്ണ് വല്ലാതെ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ചുവന്ന് തുടുത്തിട്ടുണ്ട്, കളറ് മങ്ങിയിട്ടുണ്ട്, കണ്ണത അടഞ്ഞു പോയിട്ടുണ്ട്. അതിലൂടെ നേരം വെളുക്കുമ്പോൾ പീലികൾ വന്ന് അടഞ്ഞിട്ട് തുറക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഞാൻ രണ്ട് കൈകൾ കൊണ്ട് തുറന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പീലികൾ വന്ന് അടഞ്ഞിട്ട് ചെങ്കണ്ണിന്റെ രോഗം വന്ന് പലപ്പോഴും എന്നെ ബുദ്ധിമുട്ടിട്ടുണ്ട്. പക്ഷെ റസൂലുള്ള ചികിത്സിച്ചതാകുന്ന കണ്ണിന് എനിക്കൊരു പ്രയാസമുണ്ടായിട്ടില്ല എന്ന് ഖതാദ റളിയല്ലാഹു അൻഹു. ഒരു സാധാരണ മനുഷ്യനാണോ? ചിന്തിക്ക് സഹോദരങ്ങളെ. ഒരു കാര്യം കൂടി ചേർത്ത് പറയാം. ലോകത്ത് ആദ്യമായി മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒരു അവയവം പുറത്തെടുത്ത് വീണ്ടും തിരിച്ചു വെച്ച് ശസ്ത്രക്രിയ വിജയിച്ചത് അമേരിക്കയിലാണ്. 1954 ഡോക്ടർ ജോസഫ് എഡ്വേർഡ് മുറെ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ ശസ്ത്രക്രിയക്ക് നേതൃത്വം കൊടുത്തത്. ഡോക്ടർ ജോസഫ് എഡ്വേർഡ് മുറെ. പിന്നീട് അതിനുശേഷം 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ബോംബെയിൽ ഒരു ഹോസ്പിറ്റൽ വരുന്നു. ജോസഫ് എഡ്വേർഡ് മുറെ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ എഡ്വേർഡ് മെമ്മോറിയൽ എന്ന പേരിൽ ഒരു ഹോസ്പിറ്റൽ വന്നു. 1965 അന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു മനുഷ്യന്റെ അവയവം ശരീരത്തിൽ നിന്ന് പുറത്തെടുത്ത് വീണ്ടും തിരിച്ചു വെച്ച് ശസ്ത്രക്രിയ വിജയിക്കുന്നത്. എപ്പോഴായി പറയുന്നത്? 1954, അതുപോലെ 65, വെറുതെ ഈ അടുത്ത കാലത്ത്. മനസ്സിലാക്കണം. അതിനും 1322 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1322 വർഷങ്ങൾ, ഈ പറഞ്ഞതാകുന്ന ചരിതം നടക്കുന്നതിന് മുമ്പ് 954-ലും 65-നുമൊക്കെ 1300 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉഹദിന്റെ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും സൂക്ഷ്മമായി ശസ്ത്രക്രിയ നടത്തേണ്ട കണ്ണ് ഒരു സഹാബിയുടേത് തിരിച്ചു പുറത്തു വന്നപ്പോ നിലത്ത് വീണ കണ്ണെടുത്ത് തിരിച്ചു വെച്ചു കൊടുക്കാൻ നബി തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ഒരു വൈദ്യശാസ്ത്രത്തിന്റെ സഹായമില്ലാതെ, ഒരു മരുന്നോ ഒരു ഗുളികയോ നിർദ്ദേശിക്കാതെ റസൂൽ തന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് തിരിച്ചു വെച്ചു കൊടുക്കുകയാണ്. ലോകം അംഗീകരിച്ച സംഭവമല്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതാണ് ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കുറിച്ച് തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തിയത് കാണാം. അത്വബീബുൽ ഹാദിഖു, ഏറ്റവും നൈപുണ്യമുള്ള ഡോക്ടറാണ് മുഹമ്മദ് റസൂലുള്ളാഹി. കറക്റ്റ് ആയിട്ടത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളെ വല്ലതും വെച്ചാണെങ്കിൽ ചൊക്കര കണ്ണായിരിക്കും. നോട്ടോ ഇങ്ങോട്ടല്ല, അപ്പുറത്തോട്ടാണ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.